പത്തനംതിട്ട ജില്ലയിലെ കീഴ്വായ്പൂരിൽ ആശാപ്രവർത്തകയുടെ സ്വർണ്ണാഭരണങ്ങൾ ബലമായി ഊരിവാങ്ങി വീടിന് തീവെച്ച സംഭവം അതീവ ഗൗരവകരമായ വഴിത്തിരിവിലേക്ക്. പൊള്ളലേറ്റ ലതാകുമാരിയുടെ വീടിന് സമീപത്തെ കോട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് സംഭവത്തിലെ പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സുമയ്യയെ പ്രതിയാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അക്രമി ലതയെ കെട്ടിയിട്ട് സ്വർണം കവരുകയും അതിനുശേഷം വീടിന് തീവെക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ ഭാര്യയാണ് പ്രതിയായ സുമയ്യ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പങ്കാളിയായെന്ന വിവരം പ്രദേശത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. മല്ലപ്പള്ളി പഞ്ചായത്ത് 11-ാം വാർഡിലെ ആശാപ്രവർത്തകയായ ലതാകുമാരിക്കാണ് ആക്രമണത്തിൽ പൊള്ളലേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം ലതയുടെ ഭർത്താവ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ലതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതിയായ സുമയ്യ തന്നെ സമീപിക്കുകയും തുടർന്ന് ബലം പ്രയോഗിച്ച് കെട്ടിയിട്ട ശേഷം ആഭരണങ്ങൾ ഊരി വാങ്ങുകയും വീടിന് തീവെക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് ലത പോലീസിനോട് വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ചുള്ള ലതയുടെ മൊഴി പോലീസിന് വളരെ നിർണായകമാണ്. വീടിനുള്ളിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചും കവർച്ചയെക്കുറിച്ചും തീവെപ്പിനെക്കുറിച്ചും ലത വ്യക്തമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആക്രമണത്തിനിടെ ലതയ്ക്ക് വൻ സ്വർണ്ണ നഷ്ടമാണ് ഉണ്ടായത്. കഴുത്തിലുണ്ടായിരുന്ന 2.5 പവന്റെ മാല, കയ്യിൽ കിടന്ന ഓരോ പവൻ വീതം വരുന്ന 3 വളകൾ, വിരലിൽ ഏകദേശം 6 ഗ്രാം തൂക്കമുള്ള മോതിരം എന്നിവയാണ് നഷ്ടപ്പെട്ടതായി ലത പറയുന്നത്. ഏകദേശം 6.5 പവനോളം സ്വർണമാണ് ലതയ്ക്ക് നഷ്ടമായത്. ഇത്രയും വലിയ അളവിലുള്ള സ്വർണം കവരുകയും അതിനുശേഷം തെളിവുകൾ നശിപ്പിക്കാനെന്നോണം വീടിന് തീവെക്കുകയും ചെയ്തത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രതിയായ സുമയ്യയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. വസ്ത്രങ്ങൾ പൂർണ്ണമായി കത്തിയ നിലയിലാണ് ലത സമീപത്തുള്ള ബന്ധുവീട്ടിൽ അഭയം തേടിയത്. ബന്ധുക്കൾ ഉടൻ തന്നെ ഇവരെ ഓട്ടോറിക്ഷയിൽ മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ലതയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പൊള്ളലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ലതയുടെ ആരോഗ്യനില തൃപ്തികരമാണോ എന്നും ജീവന് അപകടമുണ്ടോ എന്നുമുള്ള വിവരങ്ങൾ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ആയിരുന്നിരിക്കണം ലത സമീപത്തുള്ള വീട്ടിലെത്തിയത്. സംഭവം നടന്ന ഉടൻ തന്നെ കീഴ്വായ്പൂർ SI രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മല്ലപ്പള്ളി ആശുപത്രിയിലെത്തി ലതയുടെ മൊഴി രേഖപ്പെടുത്തി. പഞ്ചായത്ത് അംഗം രോഹിണി ജോസും മൊഴിയെടുക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു. ലതയുടെ വീട്ടിൽ തിരുവല്ലയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയാണ് തീ കെടുത്തിയത്. എന്നാൽ തീവെപ്പിൽ വീടിന് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. കവർച്ചയും തീവെപ്പും നടന്നിട്ടുള്ളതിനാൽ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്ത് പരിശോധന നടത്തേണ്ടതുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ തന്നെ പ്രതി ആയതിനാൽ കേസിന്റെ ഗൗരവം വർദ്ധിച്ചിട്ടുണ്ട്. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയും പരാതിക്കാരിയും അയൽക്കാരിയായിരുന്നു. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? കേവലം സ്വർണം കവരാൻ മാത്രമാണോ, അതോ മറ്റ് വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ കാരണങ്ങളോ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. പ്രതിക്ക് ആക്രമണം നടത്താൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥനായ ഭർത്താവിന് സംഭവത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയരുന്നുണ്ട്. അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പോലീസിന് ഈ കേസിൽ നിർണായകമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് പ്രതി എന്നതിനാൽ കേസിൽ യാതൊരു രാഷ്ട്രീയ സ്വാധീനത്തിനും വഴിപ്പെടാതെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. സുമയ്യയെ പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുമെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും പ്രതീക്ഷിക്കുന്നു. ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനും സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളാണ് നിലവിൽ പോലീസ് നടത്തിവരുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ലതയുടെ സുരക്ഷയും മൊഴി നൽകാനുള്ള സാഹചര്യവും പോലീസ് ഉറപ്പുവരുത്തും. പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയ ഈ സംഭവത്തിലെ ദുരൂഹത എത്രയും പെട്ടെന്ന് നീക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ.